ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റഫ്ഡ് ക്യാപ്സിക്കമാണ്. ഇതിനായി നമ്മൾ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞതാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള ചെറുതായി അരിഞ്ഞതാണ്. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ തിരുമ്മിയെടുക്കുന്ന ഇറച്ചിക്കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ സവാളയും ഇറച്ചിയും പൊടികളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ക്യാപ്സിക്കത്തിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. രണ്ട് തക്കാളിയിലും കൂടി ഈ ഫില്ലിംഗ് നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കത്തിലും തക്കാളിയിലും ഫില്ലിംഗ് എല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടോപ്പ് വെച്ച് ഇത് ക്ലോസ് ചെയ്യണം. ഈ ക്യാപ്സിക്കവും നമ്മൾ തന്തൂരി അടുപ്പിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് എല്ലാ ക്യാപ്സിക്കത്തിൻ്റെയും ടോപ്പ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഒരു ഫോയിൽ പേപ്പർ വെച്ചുകൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ തന്തൂരി അടുപ്പിൽ തീ കത്തിച്ചായിരുന്നു. ഇതിൻ്റെ കനലിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നല്ല കനലായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കം എല്ലാം ഇറക്കി വെക്കാം. ഇനി നമുക്കിത് ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. നമ്മളിത് എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോൾ ഒരു രക്ഷയുമില്ല. നല്ല അടിപൊളി സ്മെല്ലാണ്. ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ഒന്ന് തുറന്ന് നോക്കാം. മട്ടണും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും തുറക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റഫ് ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.